പറഞ്ഞല്ലോ, ഇടത് ചിന്താഗതിക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന യു ഡി എഫിനെ. ലെഫ്റ്റ് എന്ന് പറയുന്ന ഇടത് ചിന്താഗതിക്കാർ, ഞങ്ങളെല്ലാം ലെഫ്റ്റ് തന്നെയാണ്, പക്ഷേ അതിന് കുറ്റമൊക്കെ ഇവർക്ക് മാത്രമാണെന്നല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഇടത് ചിന്താഗതിക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന യു ഡി എഫ്. ഇത് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ആകണ്ടെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് യു ഡി എഫിന് വോട്ട് ചെയ്യും. അതുതന്നെയാണ് ഈ പ്രതികരണമൊക്കെ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന് വേറെ പേഴ്സണൽ കാര്യങ്ങളുകൊണ്ട് പോയതില്ല. അദ്ദേഹം ഞാൻ കാസർഗോഡ് നിങ്ങളെല്ലാത്തിനും ഇങ്ങനെ പോകാതെ എന്തോ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട് ഒന്നും പറയാം, കടക്ക് പുറത്തൊന്നും പറയില്ല എന്നുള്ളതുകൊണ്ടാണോ? അങ്ങനെയാണോ? അദ്ദേഹം നിങ്ങൾ വല്ലതും പറഞ്ഞോ? അദ്ദേഹത്തിന് ഒരു പരാതിയില്ല. നിങ്ങൾ അദ്ദേഹത്തിനുള്ള പരാതി ഉണ്ട് എന്നൊക്കെ നിങ്ങൾ ചിത്രീകരിക്കുന്നത് എന്ത് കാര്യമാണ്? ഇപ്പം ലൈനപ്പിലാണല്ലോ. ലൈനപ്പ് എവിടെ ഡിലേ ആയിട്ടുള്ളത്? ഓരോ ദിവസം കഴിയുന്നവരും പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതനുസരിച്ച് കാര്യങ്ങൾ നടക്കും. കൃത്യമായ ഷെഡ്യൂളുണ്ട്, ആ ഷെഡ്യൂൾ അനുസരിച്ച് കാര്യങ്ങൾ നടക്കും. ഓക്കെ, ഇല്ല, ബയലാറ്ററൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചർച്ചകൾ നടക്കുമ്പം ഒരു ദിവസം കൊണ്ടെല്ലാം തീരില്ല. ചർച്ചകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. അതൊക്കെ സ്മൂത്തായിട്ട് തീരും. എപ്പോഴേ? അയ്യോ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ അല്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഈ തീയതിയൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.